നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. അനധികൃതമായി ഹജ്ജിന് ശ്രമിക്കുകയോ സഹായിക്കുകയോ ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുന്നതോടൊപ്പം 10 വർഷത്തേക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. അനുമതി പത്രമില്ലാതെ ഹജ്ജിന് ശ്രമിക്കാനോ മക്കയിൽ പ്രവേശിക്കാനോ അനധികൃത തീർത്ഥാടകരെ സഹായിക്കാനോ പാടില്ല എന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വിസിറ്റ്, ടൂറിസ്റ്റ്, ബിസിനസ് വിസക്കാർക്ക് മക്കയിൽ പ്രവേശിക്കാനും താമസിക്കാനുമുള്ള വിലക്ക് ഇന്ന് പ്രാബല്യത്തിൽ വന്നു. മക്കയിൽ പ്രവേശിക്കാൻ വിദേശികൾക്ക് ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യാനുള്ള അനുമതി പത്രമോ മക്കയിൽ ഇഷ്യൂ ചെയ്ത ഇഖാമയോ നിർബന്ധമാണ്. ഇത് പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്ന ജൂൺ 10 വരെ ഈ നിയന്ത്രണം തുടരും. പെർമിറ്റില്ലാതെ ഹജ്ജിന് ശ്രമിക്കുകയോ മക്കയിലോ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ താമസിക്കുകയോ ചെയ്താൽ 20,000 റിയാൽ പിഴ ചുമത്തും. അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് യാത്രാ സഹായമോ താമസ സൗകര്യമോ നൽകിയാൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. വിസിറ്റ് വിസയുടെ കാലാവധി തീർന്നവരാണ് മക്കയിൽ താമസിക്കുന്നതെങ്കിൽ വിസയ്ക്ക് അപേക്ഷിച്ചവർക്കും 1 ലക്ഷം റിയാൽ പിഴ ചുമത്തും. നിയമലംഘകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പിഴയും കൂടും. പെർമിറ്റില്ലാതെ ഹജ്ജിന് ശ്രമിക്കുന്നവരെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് 10 വർഷത്തെ വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. യാത്രാ സഹായം ചെയ്ത വാഹനങ്ങളും താമസ സൗകര്യം നൽകിയ കെട്ടിടങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ. യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ ഖത്തർ നടത്തുന്ന ഇടപെടലുകളെ മോശമായി ചിത്രീകരിക്കുന്ന ഖത്തർ ഗേറ്റ് വിവാദം നിഷേധിച്ച് ഖത്തർ. ഇസ്രായേൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനൊപ്പം ദോഹയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഖത്തർ ഗേറ്റ് വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. ഖത്തർ ഗേറ്റ് എന്ന പേരിൽ നടത്തുന്ന പ്രചാരണം ഇസ്രായേൽ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം വിശദീകരിച്ചു. 1.5 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനും ഇസ്രായേലിനുമിടയിൽ ഖത്തർ നടത്തുന്ന നിർണായക മധ്യസ്ഥ ഇടപെടലുകളെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഖത്തർ ഗേറ്റ് എന്ന പേരിലെ ആരോപണങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ കാരണങ്ങളാൽ ഉയർത്തുന്ന മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ഗസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ തുടക്കം മുതൽ സൗഹൃദ രാജ്യമായ ഈജിപ്തുമായി ചേർന്ന് ഖത്തർ പരിശ്രമിച്ചു വരികയാണ്. 100-ലധികം ബന്ദികളുടെ മോചനത്തിനും വെടിനിർത്തൽ സാധ്യമാക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ വഴിയൊരുക്കിയെന്നത് നുണകൾ പ്രചരിപ്പിക്കുന്നവർ വിസ്മരിക്കുകയാണ്. ലോക സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് എപ്പോഴും പരിശ്രമിക്കുന്നവരാണ് ഖത്തറെന്നും എത്ര ആരോപണങ്ങൾ ഉയർന്നാലും ഈ ദൗത്യത്തിൽ നിന്നും പിൻവാങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി എല്ലാ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാണെന്നും എന്നാൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരു കക്ഷികളെയും വീണ്ടും വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരാനും മേഖലയിലെ യുദ്ധം അവസാനിപ്പിച്ച് ശാശ്വത സമാധാനം സാധ്യമാക്കാനും കഴിഞ്ഞ ആഴ്ചകളിൽ ഖത്തറും ഈജിപ്തും മറ്റു വർക്കിംഗ് ഗ്രൂപ്പുകളും തമ്മിൽ ചർച്ചകൾ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. അൻവർ പാലേരി, 24 ദോഹ. കനേഡിയൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് ജയം. ലിബറൽ പാർട്ടിയുടെ മാർക്ക് കാർണി പ്രധാനമന്ത്രിയെ തുടരും. കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പിയർ പോളിവർ തോൽവി സമ്മതിച്ചു. ചരിത്ര വിജയത്തിൽ മാർക്ക് കാർണിയും ലിബറൽ പാർട്ടിയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാനഡയിൽ 343 അംഗ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്ക് ജയം. പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി തുടരും. കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയറി പൊളിവേർ ആയിരുന്നു മുഖ്യ എതിരാളി. 168 സീറ്റുകൾ ലിബറൽ പാർട്ടിക്കും 144 സീറ്റ് കൺസർവേറ്റീവ് പാർട്ടിക്കും 23 സീറ്റ് BQവും 7 സീറ്റുകൾ NDPയും 1 സീറ്റ് ഗ്രീൻ പാർട്ടിയും നേടി. കഴിഞ്ഞ മാർച്ചിൽ പിരിച്ചുവിട്ട പാർലമെന്റിൽ ലിബറൽ പാർട്ടിക്ക് 152 സീറ്റും കൺസർവേറ്റീവുകൾക്ക് 120 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയോടെ ജഗ്മീത് സിംഗ് NDP നേതൃസ്ഥാനം രാജിവെച്ചു. മറ്റു പാർട്ടികളുടെ പിന്തുണയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയാണ് കാനഡ ഭരിക്കുക. BQയോ NDPയോ ലിബറൽ പാർട്ടിയോ പിന്തുണയ്ക്കുകയാണ് എങ്കിൽ മാർക്ക് കാർണിക്ക് ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കാനാകും. ട്രംപിന് കാനഡയെ തകർക്കാനാവില്ലെന്നും അമേരിക്കയുമായി ഉണ്ടായിരുന്ന സഹകരണ ബന്ധം അവസാനിച്ചുവെന്നും മാർക്ക് കാർണി പറഞ്ഞു. കാനഡയെ US കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ നീക്കത്തോടും കാനഡയ്ക്കെതിരായ ട്രംപിന്റെ തിരിവാവർധനയും ലിബറൽ പാർട്ടിക്ക് വോട്ടായി മാറുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കാർണിയെ അഭിനന്ദിച്ചു. ഇന്ത്യയും കാനഡയും പങ്കിടുന്നത് ഒരേ ജനാധിപത്യ മൂല്യങ്ങളാണ് എന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദം കൂടുതൽ ദൃഢമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മോദി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്,
24. സൗദിയിലെ ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനായി 100 കോടി റിയാൽ, ഏകദേശം 2300 കോടി ഇന്ത്യൻ രൂപ സംഭാവന നൽകി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തം ജനതയുടെ ക്ഷേമത്തിനായി ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി കാട്ടിത്തരികയാണ് സൗദി പ്രധാനമന്ത്രി. സ്വന്തം ജനതയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും കരുതലും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ സൗദി കുടുംബങ്ങൾക്കും പാർപ്പിട സൗകര്യം അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഹൗസിംഗ് ഫൗണ്ടേഷന് സ്വന്തം ചെലവിൽ 100 കോടി റിയാലിൻ്റെ സംഭാവനയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും പാർപ്പിട സൗകര്യം ഉറപ്പാക്കുന്നതിനും പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നൽകുന്ന പിന്തുണയുടെ തുടർച്ചയായാണ് ഈ പ്രഖ്യാപനം. സംഭാവനയായി അനുവദിച്ച ഭവന പദ്ധതികൾ 12 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും അവയുടെ നടത്തിപ്പ് ദേശീയ കമ്പനികൾ വഴി ആയിരിക്കണമെന്നും കിരീടാവകാശി നിർദ്ദേശം നൽകി. കൂടാതെ ഓരോ മാസവും പദ്ധതിയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട സമഗ്രമായ പ്രവർത്തന റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നടത്തിയ ഈ സഹായ വാഗ്ദാനം സൗദി ജനത ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ സൗദി അറേബ്യ അനുദിനം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വികസന നേട്ടങ്ങൾക്കൊപ്പം സൗദിയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഉന്നമനവും കൂടി ഉറപ്പാക്കുകയാണ് MBS രാജകുമാരൻ. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. പാലക്കാട് ആലത്തൂർ സ്വദേശിയ യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ മരിച്ചു. ആറാപ്പുഴ ഇസ്മായിൽ അസ്മാബി ദമ്പതികളുടെ മകൻ അർഷാദാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. മിസേല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹമദ് ആശുപത്രി മോർച്ചിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പരിപാടി നാളെ ജിദ്ദയിൽ ആരംഭിക്കും. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക വിനോദ പരിപാടികളാണ് പാസ്പോർട്ട് ടു ദ വേൾഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് യുവർ പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പേരിൽ വിനോദ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 30 മുതൽ മെയ് 24 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികളും ഷോപ്പിംഗ് വിനോദ പരിപാടികളും ഉണ്ടാകും. മെയ് 14 മുതൽ 17 വരെയാണ് ഇന്ത്യയുടെ പരിപാടി. മലയാളത്തിൽ നിന്ന് നടനും റാപ്പറുമായ നീരജ് മാധവ് പരിപാടിയിൽ പങ്കെടുക്കും. ബോളിവുഡ് പിന്നണി ഗായകരായ പ്രകൃതി കാക്കർ, ജൂബിൻ നൌട്ടിയാൽ, മുഹമ്മദ് ഡാനിഷ് എന്നിവരും ഇന്ത്യൻ പരിപാടിയിൽ പങ്കെടുക്കും. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ ഫിലിപ്പീൻസിന്റെയും മെയ് 7 മുതൽ 10 വരെ ബംഗ്ലാദേശിന്റെയും മെയ് 21 മുതൽ 24 വരെ സുഡാന്റെയും പരിപാടികൾ ഉണ്ടാകുമെന്ന് അതോറിറ്റി പ്രതിനിധികൾ അറിയിച്ചു. 4 countries going to be participating in this event. We have India, we have Philippines, we have Bangladesh, we have Sudan, and by the way, the entry is free for all, so please all come and enjoy the event. We have so many stuff, like we have food courts, we have the handicraft stuff, the zone, we have the kids zone, all the activities for the kids are free. ഫുഡ് സ്റ്റോളുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, കുട്ടികൾക്കുള്ള ഗെയിമുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ജിദ്ദയിൽ ഷറഫിയക്കടുത്ത് വേൾഡ് എയർപോർട്ട് ഭാഗത്ത് അൽ വുറൂദിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള വേദിയുള്ളത്. ഗൂഗിൾ മാപ്പിൽ പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്താൽ ലൊക്കേഷൻ കാണിക്കും. പ്രവേശനം സൗജന്യമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വിബുക്ക് വഴി ബുക്ക് ചെയ്യാനും സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. വൈകുന്നേരം 4 മണി മുതലാണ് പ്രവേശനം. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. കഴിഞ്ഞ 25 വർഷമായി റിയാദിൽ പ്രവർത്തിച്ചു വരുന്ന നൃത്തവിദ്യാലയമായ ദേവിക നൃത്തകലാക്ഷേത്ര സിൽവർ ജൂബിലി ആഘോഷിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നൃത്താധ്യാപിക സിന്ധു സോമൻ, കോർഡിനേറ്റർ സോമനിസ് നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട്, ഡോക്ടർ മഹേഷ് ആർപിള്ള, ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രതിനിധി സുനിൽ TK, OICC പ്രസിഡന്റ് സലീം കൊളക്കര, സഭാപതി എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ക്ലാസിക്കൽ ഡാൻസും വിവിധ ഇന്ത്യൻ കലാരൂപങ്ങളും അവതരിപ്പിച്ചു. കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ സിന്ധു സോമനിസ് നായരുടെ എന്നിവരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. ഗ്ലോബൽ വില്ലേജിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ച അധികൃതർ. മെയ് 11-ന് ഈ സീസൺ അവസാനിക്കുന്നവരെ പ്രവേശനം തുടരും. കൂടുതൽ കുടുംബങ്ങളെ ആകർഷിക്കുന്നതിനായാണ് നടപടി.
ഗ്ലോബൽ വില്ലേജിന്റെ ഇത്തവണത്തെ സീസൺ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് സന്തോഷ വാർത്തയുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. 12 വയസ്സിനും അതിൽ താഴെയും പ്രായമുള്ള കുട്ടികൾക്ക് ഇനി ഈ സീസൺ അവസാനിക്കുന്നതുവരെ പ്രവേശനം സൗജന്യമായിരിക്കും. നേരത്തെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ, നിശ്ചയദാർഢ്യ വിഭാഗക്കാർ എന്നിവർക്കായിരുന്നു പ്രവേശനം സൗജന്യം. വരും ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങളെ ആകർഷിക്കുന്നതിനായാണ് നടപടി. ഇതോടൊപ്പം കുട്ടികൾക്കായി നിരവധി വിനോദ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനിടെ ദുബായിലെത്തിയ സന്ദർശകർക്ക് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള പ്രവേശന ടിക്കറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്ത് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും രംഗത്തെത്തി. യുടെ കമ്മ്യൂണിറ്റി വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൂടെയും ഹത്ത ബോർഡർ ക്രോസിംഗിലൂടെയും എത്തിയ യാത്രക്കാർക്കായിരുന്നു ഈ സൗജന്യ ടിക്കറ്റുകൾ സമ്മാനിച്ചത്. 24 ദുബായ്. ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബായ AC മിലാനിലേക്ക് 2 മാസത്തെ പരിശീലനത്തിനായി പോയ മലയാളി കൗമാരതാരം ഐഡാൻ ഹാനി നദീറിന് ആശംസകൾ നേർന്ന് UAE ഫുട്ബോൾ പ്രേമികൾ. കിക്കിൻ ഓഫ് ടു മിലാൻ എന്ന പേരിൽ ധേരയിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകൻ T ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി അൽ മുർഷിദ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ബഷീർ തിക്കൊടി മുഖ്യാതിഥിയായിരുന്നു. ഐഡാൻ നദീർ, ഐഡാന്റെ പരിശീലകൻ ബിദേമി മാത്യു, ഒഡൻലോഗൻ എന്നിവരുമായുള്ള ഹ്രസ്വ സംവാദത്തിൽ പ്രമുഖ മോട്ടിവേഷണൽ പ്രഭാഷകൻ മുനീർ മോഡറേറ്ററായിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാക് പ്രധാനമന്ത്രിയുമായും UN സെക്രട്ടറി ജനറൽ ഫോണിൽ ചർച്ച നടത്തി. മേഖലയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതിൽ ആശങ്കയുണ്ടെന്ന് ആന്റോണിയോ ഗുട്ടറസ് വിദേശകാര്യമന്ത്രി ജയശങ്കറിനോടും പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫിനോടും പറഞ്ഞു. സംഘർഷം ഒഴിവാക്കാൻ ഇടപെടാമെന്നും UN സെക്രട്ടറി ജനറൽ ഇരുവരെയും അറിയിച്ചു. പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേനാ മേധാവിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. തിരിച്ചടി ആർക്കെതിരെ, എപ്പോൾ, എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സേനകൾക്ക് നൽകിയത്. വൈകിട്ട് 6 മണിയോടെയാണ് പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയുടെ നേതൃത്വത്തിൽ കര, വ്യോമ, നാവികസേനാ മേധാവിമാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച. തിരിച്ചടി നിശ്ചയമെന്ന് നരേന്ദ്രമോദി സേനാ മേധാവിമാരോട് പറഞ്ഞു. അതെപ്പോൾ, എവിടെ, എങ്ങനെ വേണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാം. സൈന്യത്തിന്റെ മികവിൽ പൂർണ്ണ തൃപ്തിയെന്നും മോദി അറിയിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനവും ഇന്ത്യൻ സേന നടത്തിയ തയ്യാറെടുപ്പും സേനാ മേധാവിമാർ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി. യോഗത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തി. RSS തലവൻ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. രാവിലെ മുതൽ തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സേനാ മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും യോഗം ചേർന്നു. നാളെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. പെഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ യോഗമാണിത്. ശേഷം രാഷ്ട്രീയകാര്യ, സാമ്പത്തികകാര്യ മന്ത്രിസഭാ യോഗങ്ങളും ചേരും. പാകിസ്ഥാനെതിരായ അടുത്ത നടപടികളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വാർത്താ സമ്മേളനത്തിൽ നാളെ വിശദീകരിച്ചേക്കും. ജമ്മു കാശ്മീരിലെ കുപ്വാരയിലും ബാരാമുള്ളയിലും രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള അഗ്നൂരിലും പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്നും വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. രാജ്യത്തെ വെബ്സൈറ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ ഹാക്കർമാർ ഇന്നും ഹാക്കിംഗ് ശ്രമം നടത്തി. പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് അനുമതി നിഷേധിക്കും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയേക്കും. അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ 6 ദിവസം പിന്നിട്ടിട്ടും വിട്ടു നൽകിയിട്ടില്ല. പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പദ്ധതിയിൽ പാളിച്ചകളൊന്നുമില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ സേനാ മേധാവിമാർ യോഗം ചേർന്നത്. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ NIAക്ക് നിർണായക തെളിവ് കൈമാറി പൂനെ മലയാളി. ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീജിത്ത് രമേശ് എന്ന മലയാളി പകർത്തിയ ദൃശ്യങ്ങളിൽ ഭീകരരുടെ മുഖം പതിഞ്ഞിരുന്നു. അതേസമയം സംശയത്തെ തുടർന്ന് ബൈസൺവാലിലെ സിപ്ലൈൻ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്തെങ്കിലും പ്രാർത്ഥനാവചനങ്ങൾ ഉരുവിട്ടതിൽ അസ്വാഭാവികതയില്ലെന്നാണ് NIA വ്യക്തമാക്കുന്നത്. ബൈസറൻ വാലി താഴ്വരയിൽ ഏപ്രിൽ 18-നാണ് കുടുംബസമേതം ശ്രീജിത്ത് രമേശൻ എത്തുന്നത്. സന്തോഷ നിമിഷങ്ങൾക്കിടയിൽ പകർത്തിയ ദൃശ്യങ്ങളൊന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക തെളിവുകളൊന്നായി മാറുന്നത്. ആക്രമണത്തിന് മുമ്പ് തന്നെ ഭീകരർ പ്രദേശത്ത് എത്തിയെന്നതിന് ദൃശ്യങ്ങൾ തെളിവ്. ഒരു വീഡിയോ റീൽസിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരം ഈ 2 സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത്. നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ ഡൽഹി NIAക്ക് കൊടുത്ത് അത് വെച്ചിട്ട് NIA മുംബൈ ഹെഡ് ഓഫീസിൽ ഇൻവെസ്റ്റിഗേഷന് വിളിക്കുകയും അതിന് വേണ്ട കംപ്ലീറ്റ് ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ കൈമാറിയിട്ടുണ്ട്. മുംബൈയിലെ NIA ഓഫീസിൽ വെച്ച് ശ്രീജിത്ത് വിവരങ്ങൾ കൈമാറി. ബൈസറൻ വാലിയിലെ സിപ്പ് ലൈനിൽ പോകവേ ഗുജറാത്ത് സ്വദേശി പകർത്തിയ ദൃശ്യങ്ങളും കേസിലെ നിർണായക തെളിവാണ്.
ഭീകരർ താഴെ നിരപരാധികളെ വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് ഋഷി ഭട്ടിന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞത്. എന്നാൽ വെടിയൊച്ച കേട്ടിട്ടും ഭാവഭേദമില്ലാതെ സിപ്ലൈനിൽ ആളെ വിട്ടതിലെ സംശയത്തെ തുടർന്ന് ഓപ്പറേറ്റർ മുസമിലിനെ NIA ചോദ്യം ചെയ്തു. എന്നാൽ മുസമിൽ പ്രാർത്ഥനാവാചകം ഉരുവിട്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് NIA വ്യക്തമാക്കുന്നു. ഭീകരർക്ക് പിന്നാലെ തന്നെയുണ്ട് സുരക്ഷാ സേനകൾ. സാങ്കേതികവിദ്യയും ഒപ്പം ഗോത്ര വിഭാഗങ്ങൾ നൽകുന്ന വിവരങ്ങളുമാണ് തെരച്ചിലിന് സഹായകമാവുന്നത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ജസ്റ്റിസ് BR ഗവായ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. 52ാമത്തെ ചീഫ് ജസ്റ്റിസായി മെയ് 14-ന് ജസ്റ്റിസ് BS ഗവായ് ചുമതലയേൽക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തെ വനം വകുപ്പ് കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 2 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചതിന് പിന്നാലെയാണ് വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുത്തത്. പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ലെന്ന് വേടൻ. കുമ്പിടിയെ നിങ്ങൾക്ക് അറിയുള്ളൂ, എനിക്കറിയാൻ പാടില്ല. അതേസമയം ലോക്കറ്റ് കെട്ടി നൽകിയത് യഥാർത്ഥ പുലിപ്പല്ലെന്ന് അറിയാതെയെന്ന് വിയ്യൂരിലെ സരസ്വ ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ പറഞ്ഞു. ഒരു ലോക്കറ്റ് പണിയാണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം അത് ചെറിയ വെള്ളിയിൽ ഒരു 2 ഗ്രാമിൻ്റെയോ 3 ഗ്രാമിൻ്റെ പണിയാണ്. 1000 രൂപയുടെ താഴെയുള്ള ഒരു വർക്കാണ്. ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മളെന്താണെന്ന് അറിയില്ലായിരുന്നു. വേടനാണ് ഈ വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. തമിഴ്നാട്ടിൽ നടന്ന സംഗീത നിശയ്ക്കിടയിൽ ആരാധകനായ രഞ്ജിത്ത് പുലിപ്പല്ല് സമ്മാനമായി നൽകിയെന്നാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. പിന്നീട് തൃശൂരിലെ ജ്വല്ലറിയിൽ നൽകി ലോക്കറ്റാക്കി മാറ്റി. വന്യജീവികളുടെ അവശിഷ്ടങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കൈവശം സൂക്ഷിക്കുന്നത് കുറ്റകരമാണ്. ഇതുപ്രകാരമാണ് വേടനെതിരെ 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ്. അതിൽ 3 to 7 years വരെ പണിഷ്മെൻ്റ് ഉണ്ട്, മാക്സിമം 7. അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത് അതും കുറ്റകരമാണ്. ഇപ്പോൾ പുലിപ്പല്ലാണെന്നോ ഒറിജിനലാണെന്നോ അദ്ദേഹത്തിന് അന്ന് അറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. പുലിപ്പല്ല് കൈമാറിയ രഞ്ജിത്തിനെ കണ്ടെത്താൻ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. വേടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് കോടതി പരിഗണിക്കും. 24 കൊച്ചി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് കെട്ടിയ മാലയുണ്ടെന്ന് പരാതി. വാടാരപ്പള്ളി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് DGPക്ക് പരാതി നൽകിയത്. മാലയുടെ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി. മാലയുടെ ഉറവിടം കണ്ടെത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് ജേതാവ് ജിൻഡോയുടെയും പ്രൊഡക്ഷൻ കൺട്രോളർ ജോഷിയുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പ്രതി തസ്ലീമ സുൽത്താനുമായി ലഹരി ഇടപാടുകളില്ലെന്ന് ഇരുവരും മൊഴി നൽകി. അതേസമയം ഷൈൻ ടോം ചാക്കോ ലഹരി വിമുക്തി ചികിത്സ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S വിനോദ് കുമാർ 24-നോട് പറഞ്ഞു. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനാണ് വിളിച്ചു വരുത്തിയത്. തസ്ലീമയുമായി 6 വർഷത്തെ പരിചയമുണ്ട്, ഇടയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ലഹരി ഇടപാടുകൾക്കല്ലെന്ന് ജോഷി. ഞാൻ വർഷങ്ങളോട് അറിയുന്നൊരു ലേഡിയാണ്. അവൾ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളത് കണക്ട് കൊടുക്കും, അല്ലാതെ വേറെ ഒരു ഇടപാടൊന്നുമില്ല. ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ജിൻഡോയെ വിട്ടയച്ചു. പ്രതി തസ്ലീമയുമായി ലഹരി ഇടപാടുകളില്ല, വെറും പരിചയം മാത്രമെന്ന് ജിൻഡോ. അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് തസ്ലീമ പണം വാങ്ങി, കൈയും കാലും പിടിച്ചപ്പോൾ പണം കൊടുത്തുവെന്നും ജിൻഡോ. അവരെ ഒരു 2-3 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം പുള്ളിയായിട്ട് ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മരിച്ചു എന്ന് പറയണം. അപ്പോൾ അപ്പം മരിച്ച ഒരു 1000 രൂപ തരാം, വണ്ടിക്കാശിന് പോകാനാന്ന് പറയണം. കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. എനിക്ക് ഒന്നും അറിയില്ല. ചികിത്സക്കിടയിൽ ലഹരി കേസുകളിൽ പെടുകയോ ചികിത്സ പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ. സ്മോൾ ക്വാണ്ടിറ്റി ഡ്രഗ്സ് കൈവശം വയ്ക്കുകയും അത് സ്വന്തം ആവശ്യത്തിന് വയ്ക്കുകയും കൈവശം വെച്ച് ആണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് വോളണ്ടറി ആയിട്ട് വിധേയമായി കഴിഞ്ഞാൽ ആ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്നും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾക്കാണ് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. 24 ആലപ്പുഴ. വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ കമ്മീഷൻ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിച്ച സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് ക്ഷണക്കത്തെത്തിയത്. VD സതീശനെ ചടങ്ങിന് ക്ഷണിക്കാത്തതിൽ പ്രതിപക്ഷം വിമർശനമുയർത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ വലിയ വിമർശനത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മന്ത്രി VN വാസവന്റെ ഔദ്യോഗിക ലെറ്റർപാടിലാണ് ഉച്ചയോടെ ക്ഷണക്കത്തെത്തിയത്. കത്തിലുണ്ടായിരുന്നത് ഇന്നലത്തെ ഡേറ്റ്.
പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയിട്ടില്ലെന്ന മന്ത്രി VN വാസവന്റെ പ്രതികരണത്തിന് തൊട്ടുപിന്നാലെയാണ് ക്ഷണക്കത്ത് ഓഫീസിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ലെറ്റർപാഡിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വേറെ സംഗീതമായ ഒരു കാഴ്ചപ്പാടുമില്ല. ഇവിടെ ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സമർപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ പേര് ഒഴിവാക്കിയിരുന്നു. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാണ് ചടങ്ങ് എന്നായിരുന്നു അനൌദ്യോഗിക വിശദീകരണം. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. UDFന്റെ കുഞ്ഞാണ് വിഴിഞ്ഞം പദ്ധതി. ഈ പദ്ധതി അന്ന് എതിർത്തവരാണ് ഇവർ. അന്ന് 4000 കോടി രൂപയുടെ അഴിമതിയാണ് ഇവർ ഉന്നയിച്ചത്. അഴിമതി ആരോപണം ഉന്നയിച്ച് വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കാൻ മുൻകൈയെടുത്ത പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും UDFനുള്ളതാണ്. ശശി തരൂർ MP, M. വിൻസെന്റ് MLA എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 24 തിരുവനന്തപുരം. ഭിന്നശേഷിക്കാർക്കുള്ള നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെ ചൊല്ലി പാലക്കാട് നഗരസഭാ കൗൺസിൽ കയ്യാങ്കളിയും പ്രതിഷേധവും. ബഹളത്തിനിടെ KB ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള അജണ്ട ചർച്ചയില്ലാതെ കൗൺസിലിൽ പാസാക്കി. ഇതിനിടെ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെന്ന നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ പ്രതികരണം BJPയെ വെട്ടിലാക്കി. 11 മണിയോടെ നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിച്ചതിനു പിന്നാലെ കോൺഗ്രസ് CPIM കൗൺസിലർമാർ മുദ്രാവാക്യവുമായി എത്തി. നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിലും പ്രതിഷേധം തുടർന്നു. ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ തടഞ്ഞുവച്ചുള്ള പ്രതിഷേധത്തിനിടെ പുറത്തുനിന്ന് BJP പ്രവർത്തകർ കൗൺസിൽ ഹാളിനുള്ളിലെത്തി. ഇതോടെ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകരും ഹാളിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. പിന്നാലെ ഇരുപക്ഷവും തമ്മിലടി. ഇതിനിടെ ചില പ്രതിപക്ഷ കൗൺസിലേഴ്സിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷ കൗൺസിലർമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് ബലമായി കൊണ്ടുപോയി. ഇവിടെ ഹെഡ്ഗേവാറിന്റെ പേര് ഈ കേന്ദ്രത്തിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ തന്നെ അജണ്ടയിൽ വന്നിരുന്നു. അത് ചർച്ച ചെയ്തതിന് ശേഷം പാസ്സാക്കിയതാണ് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നെന്തിനാ അജണ്ടയിൽ വെച്ചത്? അപ്പോൾ ഇന്നല്ലേ ആദ്യമായി ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നല്ലേ? അപ്പോൾ ഇത്ര ദിവസം പൊതുസമൂഹത്തോട്, പാലക്കാടിനോട്, കേരളത്തോട് BJPയുടെ മുനിസിപ്പൽ ഭരണകൂടവും BJP നേതൃത്വവും കള്ളം പറയുകയല്ലേ ചെയ്തത്? ബഹളത്തിനിടെ നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള അജണ്ട പാസാക്കി. അത് കൗൺസിൽ പാസ്സായി കഴിഞ്ഞു. ഇനി പേര് മാറ്റില്ല. അത് കൗൺസിൽ പാസ്സായില്ലേ, പിന്നെ ഇനിയിപ്പോ എന്താ? അവര് പ്രതിഷേധം അവര് തന്നെ അവിടെ ഒതുങ്ങണം, അല്ലാതെ എന്താ നമ്മൾ ചെയ്യാനുള്ള? KB ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന BJP നേതൃത്വം ആവർത്തിക്കുമ്പോഴാണ് നഗരസഭാ അധ്യക്ഷയുടെ ഈ പ്രതികരണം. അതേസമയം മർദ്ദനമേറ്റ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.